2009 മുതൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാന്നിധ്യം ശബരിമലയിൽ. 2011 ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിലെ കലശം സ്വർണം പൂശിയത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് സംശയം. കന്നിമൂല ഗണപതി, മാളികപ്പുറം നാഗരാജാവ് ഉപദേവതാ ക്ഷേത്രങ്ങളിലും സ്വർണം പൂശി. സ്വർണം പൂശിയ കലശങ്ങൾ എന്ത് ചേരുന്നതിലാണ് സംശയം. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, 2009 മുതൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമാണ്. ആ സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യങ്ങളും തെളിവുകളും തന്നെയാണോ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്? ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ CEO പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലായതിനു പിന്നാലെയാണ് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ചില വിവരങ്ങളിൽ ലഭിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഈ പങ്കജ് ഭണ്ഡാരിയുടെ ആ ഒരു കമ്പനി സ്മാർട്ട് ക്രിയേഷന് നേരത്തെ മുൻപ് തന്നെ, അതായത് 2019 തന്നെ മുൻപ് ഈ ക്ഷേത്രവുമായി, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് 2009 കാലം തൊട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു. പല രീതിയിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടിയാണ് ഈ സ്വർണം പൂശിയത് മുതൽ ആ സ്വർണത്തിൽ ഈ സ്വർണം പൂശലിൻ്റെ പേരിൽ ഈ അവിടെ നിന്നും ഈ സ്വർണം കടത്തുന്നൊരു നടപടി ഉണ്ടായത്. അതിൽ ആണ് കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് നിലവിൽ ഈ 2019 നടന്ന ഈ സ്വർണ്ണക്കൊള്ളയല്ലാതെ നേരത്തെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയങ്ങൾ കൂടി ബലപ്പെടുന്നു. ബലപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2011 ഈ ഉപദേവതാ ക്ഷേത്രങ്ങളിലും അവിടെ സ്വർണം പൂശുന്നതടക്കമുള്ള ചില നടപടികൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി നിന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ ആണെന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അതായത് മാളികപ്പുറം നാഗരാജ ക്ഷേത്രം അടക്കമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു സംശയങ്ങൾ ബലപ്പെടുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ ഈ സ്വർണം പൂശുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷൻ നടത്തിയതാണ്. കന്നിമൂല ഗണപതി ക്ഷേത്രത്തിലും മാളികപ്പുറത്തിലും നാഗരാജ ക്ഷേത്രങ്ങളിലും അടക്കമാണ് ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻ നേരത്തെ സ്വർണം പൂശി എന്നൊരു സംശയം. പ്രശാന്ത്, ഈ 2009 മുതൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ബലപ്പെടുമ്പോൾ ഉന്നതരുടെ ഇടപെടൽ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കമ്പനിക്ക് ലഭിച്ചിരുന്നു. ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചയാണ് നടന്നത്. അത്തരത്തിലുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, അല്ലേ? നമുക്ക് അങ്ങനെ വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇതിലൊരു കാര്യമെന്ന് പറയുന്നത് ഈ ശബരിമലയിൽ നടന്ന ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയാണ് 2019 നടന്നത്. ആ 2019 നടന്നതിൻ്റെ സ്വർണ്ണക്കൊള്ളയുടെ ടെസ്റ്റാണോ 2011 ഈ ഉപദേവതാ ക്ഷേത്രങ്ങളിലെ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് നടത്തിയത് എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തതകൾ ഇനി വരേണ്ടിയിരിക്കുന്നു. എത്ര ഗ്രാം സ്വർണം നഷ്ടമായെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടിയിരുന്നു. പക്ഷേ ഈ 2011 സ്മാർട്ട് ക്രിയേഷൻ തന്നെയാണ് ഉപദേവതാ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും സ്വർണം പൂശലടക്കമുള്ള നടത്തുകയും ചെയ്തത് എന്നൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അങ്ങനെ ബലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും സ്വർണം കാണാതായതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തള്ളിക്കളയാനാകില്ല. അന്വേഷണ സംഘം അത് പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയുടെ ഒരു ആ ടെസ്റ്റാണ് 2011 നടന്നത് എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ 2009 മുതൽ സ്മാർട്ട് ക്രിയേഷൻ്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യവും പുറത്തു വരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇതിലൊരു പല സംശയങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് പുറപ്പെടുന്ന അല്ലെങ്കിൽ ആ സംശയങ്ങൾ തോന്നിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഈ പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റോട് കൂടി തന്നെയാണ് ഇതിലൊരു ഈ അന്വേഷണ സംഘത്തിനടക്കം ഇതിലൊരു വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇനിയും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. സ്മാർട്ട് ക്രിയേഷൻ്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
പറയുന്നത്, ഈ പങ്കജ് ഭണ്ഡാരിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയിലെ ജീവനക്കാരുമായി എല്ലാം വലിയ അടുത്ത ബന്ധമാണ് ഈ പങ്കജ് ഭണ്ഡാരിക്ക് ഉണ്ടായിരുന്നത്. ആ ജീവനക്കാരുടെ കൂടി പിൻബലത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ സഹായത്തോടു കൂടിയാണ് ശബരിമലയിൽ നിന്നും സ്വർണം കടത്തുവാനുള്ള സാഹചര്യം ഒരുക്കി ചേർത്തത് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് അങ്ങനെയെങ്കിൽ ഇത് കാലങ്ങളായി 2009 മുതലുള്ള ഒരു ബന്ധമാണ് ഈ ഉദ്യോഗസ്ഥരുമായും ശബരിമലയിലെ മറ്റ് അംഗങ്ങളുമായിട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻ ഉണ്ടായിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇവർക്ക് ഈ പണം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ സ്വർണം പൂശുന്നതടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ ചില സ്പോൺസർഷിപ്പുകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാർക്കും ചില ടിപ്പുകൾ നൽകാറുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഇടപാടുകളിലൂടെയെല്ലാം വിശ്വാസ്യത എടുത്തു, അല്ലെങ്കിൽ വിശ്വാസ്യത ആർജിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വലിയ തട്ടിപ്പിലേക്ക്, സ്വർണ്ണക്കൊള്ളയിലേക്കൊക്കെ എത്തിയത്. അത് കാലങ്ങളായി നിന്നുകൊണ്ട് 2009 മുതൽ ശബരിമലയിൽ തമ്പടിച്ചുകൊണ്ട് പല രൂപത്തിലൊക്കെ അവിടെ വരികയും അങ്ങനെ ഈ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ളൊരു നീക്കങ്ങളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ രീതിയിലാണ് അവിടെ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയത് എന്നതടക്കമുള്ള കാര്യത്തിൽ, സ്വർണ്ണ കവർച്ച നടത്തുന്നതിന് സാഹചര്യം ഒരുക്കിയത് ഏതൊക്കെയാണ്, സഹായിച്ച ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ചില സംശയങ്ങൾ ബലപ്പെടുന്നത് ആ സംശയങ്ങളാണ്. അതായത് ശബരിമലയിലെ സന്നിധാനത്തെ മാത്രമല്ല, ഈ ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമല്ല, ഉപദേവതകളിലും ഉപദേവതാ ക്ഷേത്രങ്ങളിലും അടക്കം സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കുന്നു. അതിൽ 2011 അത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിൽ ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ ഒരു പങ്കുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇതിനൊരു ആസൂത്രണം ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഇത്തരം വിവരങ്ങൾ തന്നെയാണ് ആസൂത്രിതമായ നീക്കമാണ്. വർഷങ്ങളാണ് ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ച നടന്നത് എന്നുള്ള സംശയം അത് ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളും സ്ഥിരീകരണങ്ങളും തന്നെയാണ് മുന്നോട്ട് വരുന്നതും. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.